ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേരളവാണി ഒരുക്കുന്ന നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. കുരിശിൽ മരിച്ചവനാണ് എൻ്റെ കൂട്ടുകാരൻ. അവനോടൊപ്പം ചേരുവാനും അവൻ്റെ വേദനയിൽ പങ്കാളിയാകുവാനും ആത്മാവിനെ അവൻ്റെ സാന്നിധ്യത്തിൽ ശക്തമാക്കുവാനും കഴിയുന്ന പുണ്യകാലമാണ് നോമ്പുകാലം. ചിന്തിക്കേണ്ട ഒരു കാര്യവുമുണ്ട്. ഞാൻ അവനോടൊപ്പമാണോ? എൻ്റെ പ്രവൃത്തികൾ അവന് ഇഷ്ടമുള്ളതാണോ? ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വിധി എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രവാചകന്മാരെയും സ്നാപക യോഹന്നാനെയും പിന്തുടർന്ന ഈശോ തൻ്റെ പ്രഘോഷണത്തിൽ അന്തിമ ദിവസത്തിലെ വിധിയെപ്പറ്റി അറിയിച്ചു. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിത വ്യാപാരങ്ങളും ഹൃദയ രഹസ്യങ്ങളും വെളിച്ചത്തു വരും. ദൈവകൃപയുടെ ദാനത്തെ നിരർത്ഥകമായി കരുതിയ ശിക്ഷാർഹമായ അവിശ്വാസം അപ്പോൾ ശപിച്ചു തള്ളപ്പെടും. അയൽക്കാരനോടുള്ള നമ്മുടെ മനോഭാവം ദൈവകൃപയുടെയും ദൈവിക സ്നേഹത്തിൻ്റെയും സ്വീകരണമോ തിരസ്കാരമോ വെളിവാക്കും. അന്തിമ ദിവസം യേശു ഇങ്ങനെ പറയും: എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരൻ ഒരുവന് വേണ്ടി നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്തത്. ക്രിസ്തു നിത്യജീവൻ്റെ കർത്താവാണ്. മനുഷ്യരുടെ പ്രവൃത്തികളെയും ഹൃദയങ്ങളെയും അന്തിമമായി വിധിക്കാനുള്ള പൂർണ്ണമായ അവകാശം ലോകത്തിൻ്റെ രക്ഷകൻ എന്ന നിലയിൽ അവിടത്തേക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ കുരിശു വഴിയാണ് ഈ അവകാശം സമ്പാദിച്ചത്. പിതാവ് വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാലും പുത്രൻ വിധിക്കാനല്ല, പിന്നെയോ രക്ഷിക്കാനും തന്നിൽ തന്നെയുള്ള ജീവൻ നൽകാനുമാണ് വന്നത്. ഈ ജീവിതത്തിൽ ഒരാൾ കൃപാവരം നിരസിക്കുമ്പോൾ തന്നെ തന്നെ വിധിക്കുന്നു. തൻ്റെ പ്രവൃത്തികൾക്കനുസൃതമായി അവന് അതിൻ്റെ ഫലവും ലഭിക്കുന്നു. സ്നേഹത്തിൻ്റെ ആത്മാവിനെ നിരസിച്ചുകൊണ്ട് തന്നെ ശിക്ഷയ്ക്ക് വിധിക്കാനും അവന് കഴിയുന്നു. സ്നേഹം മാത്രമായ ക്രിസ്തുവിന് വിധിക്കുവാനുള്ള അവകാശവും നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഭൂമിയിലെ അവൻ്റെ ദിനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അവൻ ആരെയാണ് നിഷിദ്ധമായി വിമർശിച്ചതെന്ന്. ഈശോയുടെ നീതിബോധം നമ്മെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. സമൂഹത്തിൽ വെറുക്കപ്പെട്ട, എന്നാൽ സമൂഹത്താൽ തന്നെ പാപിനിയായ സ്ത്രീയെ അവൻ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. മറിച്ച് പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ ഉയർന്ന കൈകൾ താണു, ആക്രോശങ്ങൾ നിലച്ചു. ഇതാണ് ദൈവസ്നേഹം. ഈ സ്നേഹം നിരസിക്കുവാൻ പിന്നീട് ഒരിക്കലും അവൾക്ക് കഴിഞ്ഞില്ല. ആൾക്കൂട്ടത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന അവനെ കാണാൻ ഞാൻ മരത്തിൽ കയറിയിരുന്നു, കാരണം എനിക്ക് പൊക്കമില്ലായിരുന്നു. എൻ്റെ നിശബ്ദമായ കാത്തിരിപ്പിനൊടുവിൽ അവൻ എന്നെ വിളിച്ചു: സഖ്യവൂസ്, നീ ഇറങ്ങി വരൂ. തന്നെ തിരിച്ചറിഞ്ഞ് തൻ്റെ കർത്താവിന് വേണ്ടി സമ്പാദിച്ചതെല്ലാം പങ്കുവെച്ച് വിധിയുടെ ദിവസത്തിനു വേണ്ടി സഖ്യവൂസ് പുണ്യത്തിൻ്റെ സമ്പാദ്യം ഒരുക്കി വെച്ചു. അവൻ്റെ സ്നേഹത്തെ നിരസിക്കുവാൻ കഴിയാതിരുന്ന അവൾ തൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള തൈലം കൊണ്ട് അവൻ്റെ പാദങ്ങൾ പൂശുകയും ഹൃദയത്തിൻ്റെ വേദനയിൽ നിന്നൊഴുകിയിറങ്ങിയ കണ്ണുനീർ മുത്തുകളാൽ പാദങ്ങൾ കഴുകുകയും തൻ്റെ സൗന്ദര്യം അവൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് തലമുടി കൊണ്ട് തുടയ്ക്കുകയും പാദങ്ങൾ ചുംബിക്കുകയും ചെയ്ത അവൾക്ക് ഒരിക്കലും ആ സ്നേഹത്തെ തിരസ്കരിക്കുവാൻ കഴിഞ്ഞില്ല. വിധിയുടെ ദിവസത്തിലേക്ക് അവൾ തൻ്റെ സ്നേഹത്തെ മാറ്റിവെച്ചു. ഒറ്റ നോക്കിൽ തന്നെ അവൻ്റെ സ്നേഹം അനുഭവിച്ച വലനെയ്ത്തുകാരും ചന്തസ്ഥലത്ത് ചുങ്കം പിരിച്ചവനും അവൻ ആരെന്ന് കാണുവാൻ എത്തിയവരും പിന്നീട് അവൻ്റെ സ്നേഹത്തെ നിരസിക്കുവാൻ സാധിച്ചില്ല. എന്താണ് അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത? അതറിയാൻ നമുക്ക് കുരിശിലേക്ക് നോക്കാം. ഈ സ്നേഹത്തെ നിരസിക്കാൻ നമുക്കാവുമോ? അവൻ തൻ്റെ സൗന്ദര്യവും സാന്നിധ്യവും അറിവും കൃപയുടെ സമ്പാദ്യവും എല്ലാം എല്ലാവരുമായി പങ്കുവച്ചു. പാവങ്ങളെന്നും നിങ്ങളോട് കൂടെയുണ്ട്, അവരെ സഹായിക്കുവാനും നിങ്ങളിലൂടെ എൻ്റെ സ്നേഹം അവരിലേക്ക് ഒഴുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കത്തോലിക്കാ സഭയുടെ മതഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധിയുടെ ഉല്ലാസത്തിൻ്റെ രുചിയുടെ ഭക്ഷണം ആസ്വദിക്കുമ്പോൾ ഇന്ന് താഴെ പട്ടിണിയുടെ, രോഗത്തിൻ്റെ, അസമാധാനത്തിൻ്റെ, കഠിനാധ്വാനത്തിൻ്റെ, ചൂഷണത്തിൻ്റെ കയ്പുനീര് കുടിക്കുന്ന ലാസർമാരുടെ ഭവനങ്ങളെ കാണാതെ പോയാൽ വിധിയുടെ ദിവസത്തിൽ നാം കരയേണ്ടി വരും. കാരണം അവൻ നമുക്ക് കാണിച്ചു തന്നതാണ് പാവപ്പെട്ടവനെ സ്നേഹിച്ച, ശിശുക്കളെ ലാളിച്ച, പാപികളെ സ്വതന്ത്രനാക്കിയ ദൈവത്തെ. ദൈവത്തെ തേടിയവരെ ചേർത്ത് നിർത്തിയ
നല്ലവനും പൂർണ്ണനുമായ മനുഷ്യനും ദൈവവുമായവൻ. അവൻ നമ്മോടൊപ്പം വിധിയുടെ ദിവസങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നു. ഇനി ചിന്തിക്കാനുള്ളത് നമ്മൾക്കാണ്. ഇനി നമ്മളോ?